Okay, fine. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാൻ ചെയ്തതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞിരുന്നത് റിസർച്ച് പേപ്പർ ആയിരുന്നു. റിസർച്ച് പേപ്പർ ഇന്ന് അവൈലബിൾ അല്ല. സോ നാളെ ആയിരിക്കും റിസർച്ച് പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസിന്റെ അവസാനത്തെ ലെക്ചറാണ്. ഓക്കെ, അത് ഓൾറെഡി അറ്റൻഡ് ചെയ്യാത്തവർക്കും പ്രോബ്ലം ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം പുതിയതാണ്, ഒന്നും കണ്ടിന്യൂവേഷൻ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നവരായാലും, അതായത് ഈ ടോപ്പിക് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരായാലും ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. യു ക്യാൻ അറ്റൻഡ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ഫോർത്ത് ലെക്ചർ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിനകത്ത് 5 മേജർ ടോപ്പിക്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, സ്പെഷ്യൽ കോൺട്രാക്ട്സ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, കമ്പനീസ് ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള 5 ടോപ്പിക്സ്. അതിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ലിങ്ക്സ് വരും. ബിക്കോസ് ഇൻകം ടാക്സിന്റെ പാർട്ടായിട്ടും അത് വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, LLP. ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. സോ LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്? ഫോർ ദാറ്റ്, അക്കോർഡിംഗ് ടു സെഷൻ 2N ഓഫ് ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, ഈ ഒരു ആക്ട് 2008 പാസ്സാക്കിയതാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2008 പാസ്സാക്കിയ ആക്ട് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്. ഈ ആക്ടിന്റെ സെഷൻ 2N പ്രകാരം limited liability partnership means partnership formed and registered under the act. ഈ പറയുന്ന 2008 ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന പാർട്ണർഷിപ്പ് ആണ്, അല്ലെങ്കിൽ ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ണർഷിപ്പിനെയും നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയാം. ബിക്കോസ് ദി ആക്ട് ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ആക്ട് ആണ്. അതുകൊണ്ട് ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ പാർട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ്. Then basically limited liability partnership is the partnership in which partners have limited liability equal to the share in the capital. So what was the basic difference between traditional form of partnership and company? എന്തായിരുന്നു ബേസിക് ഡിഫറൻസ്? ഒരു കമ്പനിയും പാർട്ണർഷിപ്പും എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഓക്കെ, കമ്പനിയുടെ കേസിൽ കമ്പനി എന്ന് പറയുന്ന ഇതൊരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഷെയർ ഹോൾഡിംഗ്. എത്ര ഷെയർ ആണോ അവർ ഹെൽഡ് ചെയ്യുന്നത്, എത്ര രൂപയുടെ ഷെയർ ആണോ അവർ ഹെൽഡ് ചെയ്യുന്നത്, അത്രയും രൂപയിൽ മാത്രമായിരുന്നു അവർക്ക് ലയബിലിറ്റി ഉണ്ടായിരുന്നത്. വെറസ് വെൻ ഇറ്റ് കംസ് ടു എ പാർട്ണർഷിപ്പ് ഫേം, പാർട്ണർഷിപ്പിന്റെ കേസിൽ കൺസെപ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. പാർട്ണർഷിപ്പിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, സോ കമ്പനിയിലെ ഈ പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി ആസ്പെക്ട് പാർട്ണർഷിപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് LLP എന്ന് പറയുന്നത്. ലെറ്റ് മി റിപ്പീറ്റ്. കമ്പനിയുടെ ബേസിക് ഫീച്ചർ ആയിരുന്ന ലിമിറ്റഡ് ലയബിലിറ്റി, അതായത് എത്രമാത്രം ക്യാപിറ്റൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും മാത്രം ലയബിലിറ്റി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 1000 റുപ്പീസിന്റെ ഷെയർസ് ആണെങ്കിൽ ആ 1000 റുപ്പീസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലയബിലിറ്റി. അതിന് മുകളിൽ കമ്പനിക്ക് നഷ്ടം വരുവാണെങ്കിൽ ഞാൻ ബേൺ ചെയ്യേണ്ട കാര്യമില്ല. വേറെ പാർട്ണർഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിന്റെ ബേസിൽ ഉണ്ടാക്കുന്ന ഏതൊരു ലോസും വഹിക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ട്നേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കമ്പനിയുടെ കേസിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. ഇനി പാർട്ണർഷിപ്പിലേക്ക് ഈ പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ആസ്പെക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എത്രമാത്രം ഷെയർ ഹോൾഡിംഗ് ആണോ ഒരു ഇൻഡിവിജ്വലിന് പാർട്ണർഷിപ്പിലുള്ളത്, എത്രമാത്രം ഷെയർ ആണോ ക്യാപിറ്റലിൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ എമൗണ്ട് വരെ മാത്രമായിരിക്കും ആ ഇൻഡിവിജ്വലിന്റെ ലയബിലിറ്റി. അതിന് മുകളിലേക്ക് ഒരു എമൗണ്ടും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു 3 ഇൻഡിവിജ്വൽസ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണ്. ഓക്കെ, 3 ഇൻഡിവിജ്വൽസ് 3 പേരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് 1 lakh ഈച്ച്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 1 lakhന് വേണ്ടി മാത്രമായിരിക്കും അവർക്ക് ലയബിലിറ്റി ഉണ്ടാവുക. അതിന് മുകളിൽ എന്ത് ലോസ് വന്നാലും ഈ പറയുന്ന പാർട്ട്നേഴ്സ് വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ, പാർട്ണർഷിപ്പ് ഫേം ആയിരിക്കും റെസ്പോൺസിബിൾ ആവുന്നത്. ഓക്കെ, ഈ കൺസെപ്റ്റിനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 2008 ആക്ട്. ആക്ടിന്റെ പേര് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 2008. ഓക്കെ,
So let's see the basic features. എന്തൊക്കെ സാലിയന്റ് ഫീച്ചേഴ്സ് ആണ് ഈ ആക്ടിലുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഈസ് എ ബോഡി കോർപ്പറേറ്റ് ലൈക്ക് എ കമ്പനി. കമ്പനി എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഒരു കോർപ്പറേറ്റ് ലിമിറ്റഡ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഐഡന്റിറ്റി ഉള്ള ഒരു സ്ഥാപനം. ആൻഡ് അൺലൈക്ക് ദി പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പാർട്ണർഷിപ്പിന് അകത്തുള്ള ബേസിക് പ്രിൻസിപ്പിൾ പാർട്ണർ എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് അല്ല. ഓക്കെ, പാർട്ണർക്ക് കമ്പനിയിലുള്ള കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി എന്നല്ല ഫേം ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടിക്കും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ കമ്പനിയും ഷെയർ ഹോൾഡറും ഡിഫറെന്റ് ആണ്. കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേ സ്റ്റാറ്റസ് ഒരു പാർട്ണർഷിപ്പിന് വരുവാണെങ്കിൽ, അതായത് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായിട്ട് സ്യൂ ചെയ്യപ്പെടാനും സ്യൂ ചെയ്യാനും ഉള്ള അധികാരം ഈ പറയുന്ന പാർട്ണർഷിപ്പിനുണ്ട്. LLPക്ക് സ്വമേധയാ സ്യൂ ചെയ്യാം. ഓക്കെ, അവരുടെ പേരിൽ എന്നുള്ള മീനിങ് കമ്പനിയുടെ പേരിൽ സ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദെൻ ഹിയർ ദി പാർട്ട്നേഴ്സ് ആർ ഓൺലി ലയബിൾ അപ് ടു ദി എഗ്രീഡ് കോൺട്രിബ്യൂഷൻ. എത്ര രൂപയാണ് അവർ എഗ്രി ചെയ്തിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1 lakh എഗ്രി ചെയ്തു. ആ 1 lakh വരെ മാത്രമാണ് അവരുടെ ലയബിലിറ്റി ഉള്ളത്. അതിന് മുകളിലേക്ക് ഒരു ലോസ് വന്നാലും ഈ പറയുന്ന പാർട്ട്നേഴ്സ് ബേൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ദെൻ ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് പ്രൊവൈഡ്സ് ദി ബെനിഫിറ്റ് ഓഫ് ബോത്ത് എ കമ്പനി ആൻഡ് എ പാർട്ണർഷിപ്പ്. കമ്പനിക്ക് ഉണ്ടായിരുന്ന ബെനിഫിറ്റ്സും പാർട്ണർഷിപ്പിനുണ്ടായിരുന്ന ബെനിഫിറ്റ്സും കൂടി ഒരുമിച്ച് ഒരു അമാൽഗമേറ്റഡ് രീതിയിൽ ഒരുമിച്ച് മെർജ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വലിലേക്ക് എത്തുവാണ് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് കൺസെപ്റ്റ്. ദെൻ ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് is under an obligation to maintain its annual accounts. A statement of accounts and solvency shall be filed by every such partnership with the registrar every year. Like a കമ്പനിയുടെ കേസിൽ പറയുന്നത് പോലെ തന്നെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇയർലി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് അലോങ് വിത്ത് സോൾവൻസി, അവരുടെ സോൾവൻസി പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി മസ്റ്റ് ബി സബ്മിറ്റഡ്. ഈ പറയുന്ന രജിസ്ട്രാറിന്റെ മുമ്പിൽ സോൾവൻസി തെളിയിക്കുന്നതും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും ഇയർലി പ്രിപ്പയർ ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് ഇത്തരത്തിലുള്ള കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് കമ്പനി ഇൻഡിവിജ്വലി നിൽക്കുവാണ്, സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അതിനകത്ത് ഒബ്ലിഗേഷനും അക്കൗണ്ടബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. And finally, it allows the professional expertise and entrepreneurial initiative to combine and operate in flexible, innovative and efficient manner. So, like a കമ്പനിയുടെ കേസിൽ എന്തൊക്കെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയാം? മിനിമം നമ്പർ, അതിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് are there. ആ കണ്ടീഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് അറ്റ് ദ സെയിം ടൈം ഒരു പാർട്ണർഷിപ്പിന്റെ ഫ്രീഡത്തോടു കൂടി കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള, കമ്പനി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ബൈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. നമ്മൾ ഓർക്കേണ്ടത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് വിത്ത് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദി ബെനിഫിറ്റ് ഓഫ് ബോത്ത് എ കമ്പനി ആസ് വെൽ ആസ് പാർട്ണർഷിപ്പ്. പിന്നെ ഓർക്കേണ്ടത് ഇതിന്റെ there is an obligation to maintain books of accounts and finally പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിന് മുന്നോട്ട് വരാനും അതേപോലെ ഓൺട്രപ്രീനിയറൽ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ അഡീഷൻ ടു ദാറ്റ് ദി സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഗിവൺ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ദി അഫയേഴ്സ് ഓഫ് ദി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് വെൻ എവർ റിക്വയർഡ് അണ്ടർ ദി ആക്ട്. ഈ ആക്ട് പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുവാണ്, എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ അത് നടത്താനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. Then a famed private company or an unlisted company can be converted into a limited liability partnership in accordance with the provisions of the act. അതായത് നിലവിലുള്ള ഒരു ഫേമിനെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല, ഐ മീൻ പ്രൈവറ്റ് കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്തതാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി എന്നറിയും. അതേപോലെ തന്നെ അൺലിസ്റ്റഡ് കമ്പനീസിനെ വരെയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആയിട്ട് മാറ്റാനുള്ള പ്രൊവിഷൻസ് ഈ ആക്ട് പ്രകാരം പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി നൗ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് 1932 ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രൊവിഷൻസ് ഒന്നും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്
applicable alla, because there is a separate act for governing limited liability partnership only. So these are the salient features of limited liability partnership act. Any doubt? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഓക്കെ. യാ, പറയൂ. വൺ ഡൗട്ട് എന്താന്ന് പറയൂ. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അതായത് ലാസ്റ്റ് പോയിന്റ് ഏതാ? Now the provisions of Companies Act 1932, Partnership Act 1932. പാർട്ണർഷിപ്പ് ആക്ടിന്റെ പ്രൊവിഷൻസ് സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഫോം ചെയ്യുന്ന എല്ലാ പാർട്ണർഷിപ്പ് ഫേംസിനും അപ്ലൈ ചെയ്തിരുന്നതാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമുള്ള പ്രൊവിഷൻസ്. ഇത് 2008 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കുന്നതോടുകൂടി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഫോം ചെയ്യുന്ന LLP എന്ന് പറയും. LLP എന്ന പേരിൽ ഫോം ചെയ്യുന്ന ഒരു കമ്പനിക്കും പാർട്ണർഷിപ്പ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഒന്നും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അവർക്ക് ആപ്ലിക്കബിൾ ആവുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 2008 ആണ്. ഓക്കെ, അതാണ് അവസാനത്തെ പോയിന്റ് പറഞ്ഞത്. സാധാ പാർട്ണർഷിപ്പ് ആക്ടിൽ ആനുവൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യില്ലേ? പാർട്ണർഷിപ്പ് എല്ലാ പാർട്ണർഷിപ്പിനും മാൻഡേറ്ററി അല്ല. ഓക്കെ, പാർട്ണർഷിപ്പിന് മാൻഡേറ്ററി അല്ല ആസ് പെർ ലോ. പക്ഷേ ഇവിടെ കമ്പനീസിന് അത് മാൻഡേറ്ററി ആണ്. മെയിൻറ്റെയിൻ ചെയ്യും അവര്. മാൻഡേറ്ററി സബ്മിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, ഇതിപ്പോ അത് കമ്പനിയുടെ കേസിലാണ് വരുന്നത്. രജിസ്ട്രാറിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അത് ഈ പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനും ബാധകമായിട്ട് വരുന്നു. ഓക്കെ, അല്ല 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 LLP മാത്രമല്ല ഉള്ളത്. LLP എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ ആൾക്കാർ LLP പ്രിഫർ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ദർ ആർ സം കണ്ടീഷൻസ്. ഞാനിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ അതിനകത്ത് ഓർത്താൽ മതി. ഇയർലി രജിസ്ട്രാറുടെ മുമ്പിൽ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യണം, റിപ്പോർട്ട്സ് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അതനുസരിച്ച് പോകാൻ താല്പര്യമില്ലാത്തവർ പാർട്ണർഷിപ്പിലേക്ക് പോകും. സോ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ തന്നെ ഉണ്ട്. അത് കൂടാതെ പുതിയൊരു കമ്പനി രീതിയിലേക്ക് പാർട്ണർഷിപ്പിനെ മാറ്റുന്ന ഒരു വേ ആണ് LLP. ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ ഓർക്കുക. മൂവിങ് ഓൺ. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് റിക്വയർഡ്. LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് any person who is of sound mind, insolvent, and has not applied for adjudication for insolvency can become partners under the Limited Liability Partnership Act. So who is of sound mind and not an insolvent എന്നുള്ള രീതിയിൽ ഓർത്തേക്കുക. സോ സോൾവെന്റ് ആയിരിക്കണം. അതേപോലെ പേഴ്സൺ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഇൻസോൾവൻസി പെറ്റീഷൻ ഫയൽ ചെയ്ത പേഴ്സൺ ആകാൻ പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഓർക്കുക. ഇങ്ങനെയുള്ള ഏതൊരു ഇൻഡിവിജ്വലിനും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ പാർട്ടായിട്ട് മാറാം. മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2 പേരെങ്കിലും ഏതൊരു പാർട്ണർഷിപ്പിലും ഉള്ളതുപോലെ 2 പേരുണ്ടായിരിക്കണം. ദെൻ LLPയും പാർട്ണർഷിപ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ്. സോ ഫസ്റ്റ്, ഇൻ LLP ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ണർ in proportion of their shares invested, whereas in partnership there is a unlimited liability for partners. As I said, liability എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെങ്കിൽ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതുവരെ മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി. വെറസ് when it comes to partnership, ഒരു ഇൻഡിവിജ്വൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, എത്രമാത്രം ഫേമിന് ലോസ് വരുന്നുണ്ട് അത്രയും അത് മൊത്തം വഹിക്കുക എന്നുള്ളത് ഈ പാർട്ട്നേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. Then also the minimum of 2 partners required in both LLP and partnership. The maximum limit differs as partnership can be maximum of 20 members, where there in case of LLP maximum number എന്ന് പറയുന്ന ഒരു കേസ് ഇല്ല. എത്ര നമ്പർ ഓഫ് പീപ്പിൾ വേണമെങ്കിലും LLPയുടെ പാർട്ടായിട്ട് മാറാം. ഓക്കെ, സോ LLPയും പാർട്ണർഷിപ്പും എടുക്കുകയാണെങ്കിൽ 2 ഡിഫറൻസസ് ആണ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ബേൺ ബൈ ദി ഷെയർ ഹോൾഡർ. ഷെയർ അല്ല, പാർട്ണർ എത്ര രൂപയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത്രയും മാത്രമാണ് അവരുടെ ലയബിലിറ്റി. വെറസ്
രണ്ടാമത്തെ ഡിഫറൻസ് നോക്കുമ്പോൾ പാർട്ണർഷിപ്പിലെ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 20 ആണ്. വേറസ് LLPയുടെ കേസിൽ ഇറ്റ് ക്യാൻ ബി എനി നമ്പർ, 20ൽ കൂടുതലും ആകാം. സോ ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെ പറ്റി. നമ്മൾ ബേസിക് തിങ്സ് എല്ലാം അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. ഈ ആക്ട് 2008 പാസ്സാക്കിയതാണ്. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? LLPയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആണ്? ഓക്കെ, അടുത്തതിലേക്ക് പോകും. നെക്സ്റ്റ് വൺ, നമ്മൾ പറഞ്ഞ 5 ടോപ്പിക്കിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇവൻ ദോ ആസ് പെർ സിലബസ് നമ്മൾ പറഞ്ഞിരുന്നത് കൊണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആസ് 2000 എന്ന് പറയുന്നത് ഒരു ലീഗൽ റെക്കഗ്നിഷൻ, ഇലക്ട്രോണിക് മീൻസിലുള്ള കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക് മീൻസിലുള്ള കൊമേഴ്സിനും അതേപോലെ ഇലക്ട്രോണിക് മീൻസിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ട് ആണ്. ഓക്കെ, സോ ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 provides a legal recognition for transaction carried out by means of electronic data interchange, EDI, electronic data interchange, one place to another എന്നുള്ള കൺസെപ്റ്റ്. ഡേറ്റ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആസ്പെക്റ്റിനും ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതർ മീൻസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ കോമൺലി റെഫേർഡ് ടു ആസ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിന്റെ എല്ലാ കാര്യങ്ങൾക്കും which involves the use of alternatives to paper-based methods of communication and storage of information to facilitate electronic filing of documents with the government agencies and further to amend the Indian Penal Code, the Indian Evidence Act, Bankers Books Evidence Act and the Reserve Bank of India Act and the matters connected therewith incidental thereto. അതായത് ഇത്തരത്തിലുള്ള ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബേസിക് വർക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ബാങ്കിങ് എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട്, അതേപോലെ ഗവൺമെന്റ് റെക്കോർഡ്സ് ഓൾറെഡി അക്സസിബിൾ ആണ്. ഇതെല്ലാം ഇന്റർനെറ്റ് വഴി ആക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കബിലിറ്റി ഓരോ സെപ്പറേറ്റ് ആക്ടുകളിലും വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരം ഇതിനൊരു അമെൻമെന്റ് ആവശ്യമാണ്. IPCയിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള സൈബർ ക്രൈംസിനെ പറ്റിയോ സൈബർ രീതിയിലുള്ള ആസ്പെക്റ്റുകളെ പറ്റിയോ ഒന്നും ഓൾറെഡി മെൻഷൻഡ് ആയിരുന്നില്ല. അതെല്ലാം ആഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ബാങ്കേഴ്സ് ബുക്സ് ഓഫ് എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, ഇവിടെയൊക്കെ കോർ ബാങ്കിങ് ഒക്കെ വന്നപ്പോൾ ഇന്റർനെറ്റിന്റെ സപ്പോർട്ടോടു കൂടിയാണ് എല്ലാ ആക്ടിവിറ്റി നടക്കുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇറയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആയി മാറി. അതുകൊണ്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും EDI അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പോലുള്ള ഏതൊരു ആസ്പെക്റ്റ് വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് കോഡ്, ആ കോഡാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് അപ്ലൈസ് ടു എനി ഓഫീസ് ഓർ contravention thereunder committed outside India by any person. So ഇന്ത്യയിലുള്ള ഏതൊരു ഇൻഡിവിജ്വലിനും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു ആസ്പെക്റ്റിനും ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനകത്ത് ഉള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്: ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ടു മേക്ക് ഇറ്റ് എ മോർ ടെക്നോളജി ന്യൂട്രൽ ആക്ട്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മാറ്റിയിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് കൊണ്ടുവരാം. സോ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഒരു മീൻസ് ഓഫ് EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ചിനായാലും അതേപോലെ ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഡോക്യുമെന്റ്സിനായാലും ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ആക്ട് പ്രകാരമാണ്. Then it elaborates on offenses, penalties and breaches. ഈ IT പരമായിട്ടുള്ള offenses, അതേപോലെ അതുമായി ബന്ധപ്പെട്ട പെനാലിറ്റീസ്, ഇനി പ്രൊവിഷൻസ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിലുള്ള ഏതൊക്കെയാണ് ബ്രീച്ച്, എങ്ങനെയാണ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്സ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ
IT പ്രകാരം എങ്ങനെയാണെന്ന് ഈ ആക്ടിനകത്ത് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇറ്റ് ഔട്ട്ലൈൻസ് ദി ജസ്റ്റിസ് ഡിപ്പൻസേഷൻ സിസ്റ്റം ഓഫ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സൈബർ ക്രൈംസ്, ഏതൊക്കെ ആസ്പെക്റ്റുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എത്തരത്തിലായിരിക്കണം ഇതിന്റെ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അതുകൂടാതെ ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഡിഫൈൻസ് എ ന്യൂ സെക്ഷൻ that a cyber cafe in any facility where from where the access to internet is offered by any person in the ordinary course of business to the members of the public. So ആക്ച്വലി എന്താണ് ഒരു പുതിയൊരു ഐഡിയോളജി, ഒരു സൈബർ കഫേ എന്ന് പറയുന്ന ഐഡിയോളജി എന്താണ്? സോ ഇതൊക്കെ ബേസിക്കലി 2000 ആക്ട് പ്രകാരം ഈ ഒരു കൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് സൈബർ കഫേ എന്ന് നമുക്കറിയാം. അത്തരത്തില് ഒരു ഇൻഡിവിജ്വൽ പബ്ലിക്കിന് സൈബർ ആയിട്ടുള്ള, അതായത് ഇന്റർനെറ്റിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ഫെസിലിറ്റി സൈബർ കഫേയാണ്. അത്തരത്തിലുള്ള ഡെഫിനിഷൻസും ഈ ആക്ട് പ്രകാരമാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈബർ റെഗുലേഷൻസ് അഡ്വൈസറി കമ്മിറ്റി. സൈബർ റെഗുലേഷൻ അഡ്വൈസറി കമ്മിറ്റി എങ്ങനെയായിരിക്കണം സൈബർ ലോസ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ബോഡിയാണ് സൈബർ റെഗുലേഷൻ അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, ഇതിന്റെ ക്രിയേഷനും ഈ ആക്ട് പ്രകാരമാണ് നടന്നത്. ദെൻ ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഈസ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ പീനൽ കോഡ്, the Indian Evidence Act, Bankers Books of Evidence Act and Reserve Bank of India Act. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൊവിഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിരുന്നു നേരത്തെ. അത് കൂടാതെ ഇറ്റ് ആഡ്സ് എ പ്രൊവിഷൻ ടു സെക്ഷൻ 81 which states that provisions of the act shall have overriding effect. The provision states that nothing contained in the act shall restrict any person from exercising any right conferred under the Copyright Act of 1957. ഓവർറൈഡിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പുതിയൊരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അതായത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കോപ്പിറൈറ്റിനെ ഇൻക്ലൂഡ് ചെയ്യാണ്. കോപ്പിറൈറ്റ് ആക്ട് മുമ്പേ പാസ്സാക്കിയതാണ്. കോപ്പിറൈറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും. ബിക്കോസ് സൈബർ ക്രൈംസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസിനെ ഒരു പ്രൊവിഷനെയും ഡയറക്റ്റ് ആയിട്ട് ഓവർറൈഡ് ചെയ്യില്ല എന്നുള്ളൊരു ആസ്പെക്ട് കൂടി ഈ ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി കോപ്പിറൈറ്റ് ആക്ടിന്റെ ഒരു പ്രൊവിഷനും ഇത് അഫക്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഇതിൽ നിന്നും ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. Okay, so there are some changes to Information Technology Act. ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചേഞ്ചസ്, ആ ചേഞ്ചസുമായി ബന്ധപ്പെട്ട് പുതിയ കുറച്ച് റൂൾസ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ദി ചേഞ്ചസ് വിൽ റിക്വയർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു ബ്രേക്ക് end-to-end encryption in order to ascertain origin of messages. അതായത് റീസെന്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ പുതിയൊരു പ്രപ്പോസൽ, അതായത് യൂറോപ്പൊക്കെ അക്സെപ്റ്റ് ചെയ്തൊരു സ്കീമാണ് ഒറിജിൻ കണ്ടുപിടിക്കുക എൻക്രിപ്ഷനോടുകൂടി. അതായത് നമ്മളിപ്പോൾ സൈബർ ക്രൈംസിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് ഡേറ്റയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ബിഗ് ഡേറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നതോടുകൂടി ഡേറ്റയുടെ അത്രയും വാല്യൂ ഉള്ള വേറൊരു പ്രൊഡക്റ്റ് ഇന്നില്ല. അതുകൊണ്ട് ഡേറ്റ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആക്ടുകൾ വേൾഡ് വൈഡ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഏറ്റവും ആദ്യം പാസ്സാക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. അവർ പാസ്സാക്കിയത് വഴി ഒരു ഡേറ്റ ഒരു ഇൻഡിവിജ്വലിൽ നിന്നും ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു അവരുടെ പ്രൊവിഷൻ. അത് ഇന്ത്യയിലൊന്നും അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, ഇന്ത്യയിലൊന്നും അപ്ലിക്കബിൾ ആവുകയില്ല. ഇന്ത്യയിലെ ഡേറ്റ പ്രൊട്ടക്ഷൻ വളരെ വീക്കാണ്. ഓക്കെ, സോ അത് കുറച്ചും കൂടി റിജിഡ് ആക്കാൻ വേണ്ടിയും സൈബർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയും ഒരു പുതിയ ഒരു പ്രപ്പോസൽ ഈസ് ഗോയിങ് ഓൺ. ആ പ്രപ്പോസൽ പ്രകാരം നമുക്ക് കാണാവുന്ന ചില ചേഞ്ചസ് ആണ്. ഒന്നാമതായിട്ട് ഇറ്റ് ചേഞ്ചസ് വിൽ റിക്വയർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു ബ്രേക്ക് end-to-end encryption in order to ascertain the origin of messages. ഒരു ഇൻഡിവിജ്വൽ end-to-end എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ഡേറ്റ ലൂസേജ് വരാൻ പാടില്ല, ഡേറ്റ ലീക്കേജ് വരാൻ പാടില്ല. അതുകൊണ്ട് 2 പോയിന്റിലും എൻക്രിപ്ഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കണം.
ഒരാൾ ഓൺലൈനിൽ ഒരു പർച്ചേസ് നടത്തുകയാണെങ്കിൽ, ഓൺലൈനിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ പോലും ഇൻഡിവിജ്വൽ അയക്കുന്ന മെസ്സേജ് സ്ട്രിക്ട്ലി എൻക്രിപ്റ്റഡ് ആയിരിക്കണം. അതിനുശേഷം റിസീവറിൽ എത്തുന്നതിന് മുമ്പ് ഒരു തവണ കൂടി 2 എൻഡിലും എൻക്രിപ്ഷൻ നടന്നിരിക്കണം. അതിനുശേഷമേ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രൊവിഷനാണ് ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ബിക്കോസ് ഇത് 2018-2019 പ്രപ്പോസലാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ടു ഡിപ്ലോയ് ടെക്നോളജി ബേസ്ഡ് ഓട്ടോമേറ്റഡ് ടൂൾസ് or appropriate mechanism with appropriate controls for proactively identifying and removing or disabling access to unlawful information or content. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി വിജിലൻ്റ് ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാൻ സാധിക്കണം. ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള അൺഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് കണ്ടന്റ് വന്നാലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനുമുള്ള ഒരു മെക്കാനിസവും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കുറച്ചും കൂടി വിജിലന്റ് ആയിരിക്കണം എന്നാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പ്രൊവിഷൻ ആയിട്ട് കാണാവുന്നത് ആസ് പെർ ദി അമെൻമെന്റ് ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് will need to comply with the central government within 72 hours of query. സെൻട്രൽ ഗവൺമെന്റ് ഒരു ചോദ്യം ഇവരോട് എന്തെങ്കിലും ഒരു കേസിനകത്ത് ഒരു ക്വറി നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണോ അതനുസരിക്കാനുള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 72 മണിക്കൂറാണ്. ആ 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. അതോടൊപ്പം there should be a nodal person of contact for 24/7 coordination with the law enforcement agencies and officers to ensure compliances. The social media platform will be keeping a vigil on unlawful activity for a period of 180 days. So basically ഒരു നോഡൽ പേഴ്സൺ ഓഫ് കോണ്ടാക്ട് എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂ സൈബർ ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ there must be a person എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു നോഡൽ ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കണം. 24/7 കണ്ടിന്യൂസ് ബേസിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കണം. അത് അഷ്യൂർ ചെയ്യുക എന്നുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ ഓർക്കുക. സോ ദീസ് ആർ ദി ന്യൂ റൂൾസ് പ്രപ്പോസ്ഡ്. അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഓർക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് സാലിയന്റ് ഫീച്ചേഴ്സ് ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ബേസിക്സ് ഓർക്കുക. ഏതൊക്കെ ആക്ടുകളാണ് അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന കണക്ട് ചെയ്യാവുന്നതെന്ന് ഓർക്കുക. കണക്ട് ചെയ്യാവുന്ന ആക്ടുകൾ എവിഡൻസ് ആക്ട് വരുന്നുണ്ട്, IPC വരുന്നുണ്ട്, ബാങ്കേഴ്സ് എവിഡൻസ് ആക്ട് വരുന്നുണ്ട്, ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനെയും ലിങ്ക് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഇയർ ഒന്ന് ജസ്റ്റ് ഓർത്തേക്ക് 2000 പാസ്സാക്കിയ ആക്ട് ആണ്. ദെൻ അതിനകത്ത് വരുന്ന സാലിയന്റ് ഫീച്ചേഴ്സ് ഇതാണ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാനില്ല. മൂവിങ് ഓൺ, മൂന്നാമത്തെ ടോപ്പിക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. എനി ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പറയുകയാണെങ്കിൽ എനാക്ട് ചെയ്തത് ഇന്ത്യൻ പാർലമെന്റ് 2005 ജൂൺ 15 ആണ്. ആൻഡ് ഇത് കമൻസ് ചെയ്തത് ഒക്ടോബർ 12 തൊട്ട് 2005 ഒക്ടോബർ 12 തൊട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യയിൽ വർക്കിംഗ് ആണ്. ആൻഡ് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നു വെച്ചാൽ ഇന്ത്യ മൊത്തമാണ്. ബിക്കോസ് ഇനീഷ്യലി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ അപ്ലൈ ചെയ്യില്ലായിരുന്നു. ബിക്കോസ് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട് ആസ് പെർ 370 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അവരുടെ പ്രിവിലേജസ് ആയിരുന്നു. ആ പ്രിവിലേജസ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിനെ മൊത്തമായിട്ട് യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയപ്പോൾ എടുത്തു കളയപ്പെട്ടത്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും പുതിയ 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറിയല്ലോ. അതോടുകൂടി ഇല്ലാതായ പ്രിവിലേജസ് ആണ് 370 പ്രകാരമുള്ള പ്രിവിലേജസ്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഓവർ ഇന്ത്യ. എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്യും. സോ എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? is an act of Parliament of India to provide for setting out the practical regime of right to information of citizens and replaces the previous Freedom of Information Act 2002.
2002 പാസ്സാക്കിയ ഒരു ആക്ട് ആയിരുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. അത് എടുത്തു കളഞ്ഞിട്ട് അതിന് പകരം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സിറ്റിസൺസിൻ്റെയും അവകാശമാണ് ഇൻഫർമേഷൻ, എന്താണ് നടക്കുന്നത്, എന്താണ് ഓരോ ഏജൻസീസും അല്ലെങ്കിൽ ഓരോ ഗവൺമെന്റൽ ഏജൻസീസും ചെയ്യുന്നത് അറിയാനുള്ള അവകാശം ഓരോ സിറ്റിസൺസിനുമുണ്ട് എന്ന ലക്ഷ്യത്തോടു കൂടി പാസ്സാക്കിയ ആക്ടാണ് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, so under the provisions of the act, any citizen of India may request information from a public authority. ഏത് പബ്ലിക് അതോറിറ്റി? പബ്ലിക് അതോറിറ്റിയുടെ കൺസെപ്റ്റ് ഒക്കെ ബ്രോഡാണ്. എനിവേ പബ്ലിക് അതോറിറ്റി എന്ന് ഓർത്തേക്കുക, അതായത് ഗവൺമെന്റ് ബോഡിയാണ്. അത് ഇൻസ്ട്രുമെന്റ്, സ്റ്റേറ്റ് റണ്ണിങ്ങിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് എ പഞ്ചായത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി പോലുള്ളൊരു ഗവൺമെന്റ് ബോഡി, അവരിൽ നിന്നും ഇൻഫർമേഷൻ ചോദിക്കാനുള്ള അധികാരമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഓരോ സിറ്റിസൺസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. Let me repeat, under the provisions of the act, any citizen of India may request information from a public authority which is required to reply immediately or within 30 days. ഇത്തരത്തിലൊരു റിക്വസിഷൻ വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ബേസിക് കണ്ടീഷൻ. ഓക്കെ, സോ പബ്ലിക് അതോറിറ്റീസിനോട് സിറ്റിസൺ ചോദിക്കാനുള്ള അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള അധികാരം, അത് ചോദിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറ്റി. Then the act also requires every public authority to computerize their records for wide dissemination and to provide proactively certain categories of information so that the citizens need minimum recourse to request for information formally. So രണ്ട് കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ എത്രമാത്രം ഡേറ്റ വരുന്നതാണ് ഒരു പബ്ലിക് അതോറിറ്റി. അപ്പോൾ ഇൻ ദാറ്റ് പെർസ്പെക്ട് ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോൾ അത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയതുകൊണ്ട് തന്നെ, സ്റ്റോർ ചെയ്യുക, ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കുക എന്ന് പറയുന്ന ഡിഫിക്കൽട്ട് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഈ ആക്ട് പ്രകാരം കമ്പ്യൂട്ടറൈസേഷൻ മസ്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, സോ കമ്പ്യൂട്ടറൈസേഷൻ മസ്റ്റ് ആക്കി മാറ്റുന്നതോടുകൂടി ഡേറ്റ ആക്സസ് കുറച്ചുകൂടി ഈസിയർ ആകുന്നു ഫോർ ദി അതോറിറ്റീസ്. അതനുസരിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ആൻസർ കൊടുക്കാവുന്ന ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുക എന്നും ഈ ആക്ട് പ്രകാരം പറയുന്നുണ്ട്. Then objectives provides a legal framework of citizens' democratic right to access to information under the control of public authorities. So ഇൻഡിവിജ്വൽസിന്റെ ഡെമോക്രാറ്റിക് റൈറ്റ് ആണ് അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഇൻഡിവിജ്വൽസിന്റെ സിറ്റിസൺസിന്റെ ഡെമോക്രാറ്റിക് റൈറ്റ് ആണ്. ആ ഒരു ഡെമോക്രാറ്റിക് റൈറ്റിനെ ലീഗലൈസ് ചെയ്യുന്നു, നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദി ഫങ്ഷനിങ് ഓഫ് എവരി പബ്ലിക് അതോറിറ്റി. എല്ലാ പബ്ലിക് അതോറിറ്റിയുടെയും വർക്കിങ്ങിൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സുതാര്യതയും അതേപോലെ തന്നെ എത്രമാത്രം റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ആക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സോ രണ്ട് ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറയാം. ഒന്ന് ലീഗൽ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടാമതായിട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Then what is the need for such an act? ഇങ്ങനെ ഒരു ആക്ട് പാസ്സാക്കാനുള്ള ആവശ്യം എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ട് വേണം? സോ ഫസ്റ്റ് ടു പ്രൊമോട്ട് ഓപ്പൺനെസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പബ്ലിക് അതോറിറ്റീസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങൾ അറിയണം. സോ അതിനൊരു സുതാര്യത ഉണ്ടാവണം, ട്രാൻസ്പെറൻസി ഉണ്ടാവണം. അതേപോലെ ദേ മസ്റ്റ് ഓപ്പൺ ടു ദി പബ്ലിക്. ദെൻ ദേ മസ്റ്റ് ഷോ അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ദെയർ വർക്ക്. ഓക്കെ, അതേപോലെ റെഡ്യൂസ് കറപ്ഷൻ. കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറപ്ഷൻ കുറയും. ദെൻ പ്രിവെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ഒക്കെ ഒഴിവാക്കുക, വേഗ്നെസ്, ക്ലിയർ ആയിട്ട് ആംബിഗിറ്റി ഒഴിവാക്കുക. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കുക. ദെൻ ബ്രിഡ്ജിങ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് റെസിപ്പിയന്റ് ഓഫ് പബ്ലിക് സർവീസസ്. റെസിപ്പിയന്റ് ഓഫ് പബ്ലിക് സർവീസസ് എന്ന് പറയുന്നത് ജനങ്ങളാണ്, പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് അതോറിറ്റീസ് ആണ്. അവർ തമ്മിലുള്ള അകലം കുറയ്ക്കുക, രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ മേക്ക് സിറ്റിസൺസ് പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിന്റെ പാർട്ടായിട്ട് ജനങ്ങളെ മാറ്റുക. ആൻഡ് മേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോണ്ട്, അവരുടെ ആൻസറുകൾ പറയാൻ തയ്യാറാവുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ദെൻ
strengthen the foundation of democracy. By doing all these things, democracy എന്ന് പറയുന്ന സിസ്റ്റത്തിന് കുറച്ചും കൂടി ബലം കൊടുക്കുക. സോ ലെറ്റ് മി റിപ്പീറ്റ്, ഓപ്പൺനെസ്, ട്രാൻസ്പെറൻസി, അതേപോലെ അക്കൗണ്ടബിലിറ്റി ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതോടൊപ്പം കറപ്ഷൻ കുറയ്ക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുക, then bridge gap between the service providers and service recipients, then citizens decision making il support ചെയ്യിപ്പിക്കുക, decision making il അവരുടെ വ്യൂസും കൂടി എത്തിക്കുക, then administrative response system create ചെയ്യുക, and finally build a strong foundation for democracy. Okay, these are the things why such an act is required. Then procedure, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ചോദിക്കേണ്ടത്? അതിന്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ it must be in writing. So apply in writing or through electronic means in English or Hindi or in official language of the area to the public information officer, specifying the particulars of the information sought for. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്ന രീതിയിൽ ഒരു ലെറ്റർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറുക എന്നുള്ളതാണ്. അത് ഡയറക്റ്റ്ലി റിട്ടേൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ക്യാൻ ബി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓർ ഇൻ അവർ ഓൺ ലാംഗ്വേജ്. ആ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണോ ആ ഒഫീഷ്യൽ ലാംഗ്വേജിൽ നടത്താൻ സാധിക്കും. ദെൻ റീസൺ ഫോർ സീക്കിംഗ് ഇൻഫർമേഷൻ ആർ നോട്ട് റിക്വയർഡ് ടു ബി ഗീവൺ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മൾ ചോദിക്കുന്നു എന്നുള്ളത് അതിനകത്ത് പറയേണ്ട കാര്യമില്ല, നമുക്ക് എന്തിനു വേണ്ടി വേണമെങ്കിലും ചോദിക്കാം. ആൻഡ് ഫൈനലി പേ ഫീ. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ നോമിനൽ ഫീ ഉണ്ട്, ആ ഫീ അടയ്ക്കണം. ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീ 10 രൂപയാണ്. ഇഫ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഓൺ ഇലക്ട്രോണിക് മീഡിയ, ഫ്ലോപ്പി ഡിസ്കിലോ സി ഡിയിലോ, ബിക്കോസ് ആക്ട് പാസ്സാക്കുന്ന ടൈമിൽ ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് മീഡിയയിലാണ് കിട്ടേണ്ടതെങ്കിൽ അഡീഷണൽ ചാർജസ് അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഫോട്ടോ കോപ്പി ആയിട്ട് വേണമെങ്കിൽ 2 രൂപ ഒരു പേജിന് അഡീഷണൽ ചാർജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇൻസ്പെക്ഷൻ ചാർജസ് ആർ ഓഫ് റെലവൻറ്റ് ഫയൽസ്, ഡോക്യുമെന്റ്സ് ആൻഡ് റെക്കോർഡ്സ്. ഇൻ അഡീഷൻ ടു ദാറ്റ്, എന്തെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷമാണ് ഈ ഡേറ്റ തരാൻ സാധിക്കുന്നതെങ്കിൽ, ഡയറക്റ്റ്ലി നമുക്ക് തരാൻ പറ്റാത്ത ഡേറ്റയാണ്, ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഡേറ്റ അസസ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇൻസ്പെക്ഷൻ ചാർജസും അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നോ ഫീ ഫോർ ഫസ്റ്റ് അവർ ഓഫ് ഇൻസ്പെക്ഷൻ. ആദ്യത്തെ 1 മണിക്കൂറിന് വേണ്ടി യാതൊരു ഫീയും കൊടുക്കണ്ട. ഇനി ഓരോ അഡീഷണൽ അവറിനും 5 രൂപ വെച്ചിട്ട് ഈടാക്കും. സോ ദിസ് ആർ ദി ഫീസ് ആൻഡ് ചാർജസ്. 10 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ദെൻ പ്രിന്റ് ഔട്ട് എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ അതിന് അഡീഷണൽ ഫീസ് വരും. ദെൻ ഇൻസ്പെക്ഷൻ ആവശ്യമുള്ള കേസുകളാണെങ്കിൽ ഫസ്റ്റ് അവർ ഓഫ് ഇൻസ്പെക്ഷന് യാതൊരു ചാർജുമില്ല. ഫസ്റ്റ് അവറിന് ശേഷമുള്ള ഓരോ അവറിനും 5 രൂപ വെച്ച് ചാർജ് ഈടാക്കും. ദെൻ ടൈം ലിമിറ്റ്, എത്ര നാൾക്കുള്ളിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് ബേസിക് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 30 days ആണ്. ഇഫ് ദി ആപ്ലിക്കേഷൻ ഈസ് ഫയൽഡ് വിത്ത് PIO, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലേക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുവാണെങ്കിൽ, ഡയറക്ട്ലി ഫയൽ ചെയ്യുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ദെൻ ഇൻ കേസ് അസിസ്റ്റന്റിന്റെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ, PIOയുടെ അസിസ്റ്റന്റിന്റെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ ഇൻഫർമേഷൻ കിട്ടും. 48 hours in case of matters to which the information pertains affect the life and liberty of an individual. അതായത് ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21 ആണ് ലൈഫ് ആൻഡ് ലിബർട്ടി, പേഴ്സണൽ ലിബർട്ടിയെ പറ്റി പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലൈഫിനെയോ ലിബർട്ടിയോ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് ടൈം ലിമിറ്റ്. ലെറ്റ് മി റിപ്പീറ്റ്. നോർമൽ കേസിൽ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 30 days. ഇനി അസിസ്റ്റന്റ് വഴിയാണ് പോകുന്നതെങ്കിൽ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിൽ ഡയറക്റ്റ്ലി അല്ല പോകുന്നതെങ്കിൽ 35 ദിവസം. ദെൻ ഏതെങ്കിലും ഒരു മാറ്ററിൽ ആ ഇൻഡിവിജ്വലിന്റെ ലൈഫ് ആൻഡ് ലിബർട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് മാറ്റർ ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ ദീസ് ആർ ദി കണ്ടീഷൻസ്. എനി ഡൗട്ട്? ദെൻ ഇൻ കേസ് ഒരു കാര്യം കൂടി, ഇൻ കേസ് ആപ്ലിക്കേഷൻ ഫോർ റെഫ്യൂസൽ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് പെനാൽറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഫോർ പ്രൊവൈഡിങ് മാലിഫൈഡ് ഓർ false information, destruction of information, the penalty waived under RTI Act is at the rate of rupees 250 per day up to a maximum of 2,500 is recovered from the salary of the officials imposed by Information Commission on PIO or Assistant PIO.
സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓർക്കുക, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 30 ദിവസം 35 ദിവസത്തിനുള്ളിലോ 48 മണിക്കൂറിനുള്ളിലോ നമുക്ക് തരണമെന്ന് പറഞ്ഞു. അത് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ 250 രൂപ വെച്ച് പെർ ഡേ, എത്രമാത്രം ഈ 30 ദിവസം കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വെച്ചിട്ട് കൺസേൺഡ് ഓഫീസർ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അവരുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇൻ കേസ് മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 25,000 വരെയാണ് ആ രീതിയിൽ ചാർജ് ചെയ്യാവുന്നത്. ആൻഡ് ഈ തരത്തിലുള്ള വീഴ്ച വരുത്തുവാണെങ്കിൽ അവിടെ ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. IPC പ്രകാരമുള്ള ഒഫൻസുകളൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ മാത്രമായിരിക്കും ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ ലൈക്ക് പണിഷ്മെന്റ്, ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളായിരിക്കും അവർക്കെതിരെ വരുന്നത്. അല്ലാതെ there will not be any criminal offense. Okay, so that's all about RTA Act. RTA Act നകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ക്ലിയർ ആണ്? ഓക്കെ, ഫൈൻ, ഗുഡ്. So next area is intellectual property rights. Intellectual property rights എന്ന് പറയുമ്പോൾ legal rights that the privileges are given to an individual. ഏതെങ്കിലും ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡർക്ക് അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള ലീഗൽ റൈറ്റ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം പറയുന്നത്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ദി ലീഗൽ റൈറ്റ്സ് that cover the privileges given to individual who are the owners and investors of a work and have created something with their intellectual creativity. നമ്മളുടേതായ ഇന്റലക്ച്വൽ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഐറ്റം, ആ ഐറ്റം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് തരുന്ന ലീഗൽ റൈറ്റ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സിനിമ ഓടിക്കുന്നു, നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോപ്പി റൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ പുതിയതായിട്ടൊരു പ്രോഡക്റ്റ്, പുതിയതായിട്ടൊരു മെഷീൻ നിർമ്മിക്കുകയാണെങ്കിൽ പേറ്റന്റ് റൈറ്റ് നമുക്ക് കിട്ടുന്നു. സോ ലൈക്വൈസ് ഓരോ ഐറ്റത്തിനും ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റിവിറ്റി, ആ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സ് ആണ് റൈറ്റ് ടു യൂസ് എന്നുള്ള, റൈറ്റ് ടു യൂസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അവകാശങ്ങളെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് ടു areas such as literature, music, invention, etc. can be granted such rights, which can then be used in the business practices by them. അവർക്ക് ഈ റൈറ്റ് പിന്നീട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ബിക്കോസ് ഈ ഒരു റൈറ്റ് ഉള്ളപ്പോൾ വേറൊരാൾ, കോപ്പി റൈറ്റ് ആണെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനും അത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാനുള്ള അധികാരമില്ല. അതേപോലെ പേറ്റന്റ് ആണെങ്കിൽ ആ പറയുന്ന മെഷീനോ ആ പറയുന്ന പുതിയ ഇൻവെൻഷനോ മറ്റൊരു ഇൻഡിവിജ്വലിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ട്രേഡ് മാർക്ക് ആണെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് ഒരു കാരണവശാലും മറ്റൊരാൾ കോപ്പി ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് IPR പ്രകാരമുള്ള റൈറ്റ്സ്. ദെൻ ദി ക്രിയേറ്റർ ഓർ ഇൻവെന്റർ ഗെറ്റ്സ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അഗെയിൻസ്റ്റ് എനി മിസ്യൂസ് ഓർ യൂസ് ഓഫ് വർക്ക് വിത്തൗട്ട് ഹിസ് ഓർ ഹെർ പ്രയർ ഇൻഫർമേഷൻ. സോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മിസ്യൂസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടാവും ആസ് പെർ ദിസ് ആക്ട്. ദെൻ ഹൗവർ ദി റൈറ്റ് are granted for a limited period of time to maintain equilibrium. ഇതിന്റെ അവകാശം എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തമല്ല. സോ ദർ ഇസ് എ ടൈം പീരീഡ്. ആ ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 20 years 50 years അങ്ങനെയൊക്കെയാണ് അതിന്റെ ടൈം പീരീഡ് വരുന്നത്. ഓരോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും ഡിഫറെന്റ് ടൈം പീരീഡ് ആണ് വരുന്നത്. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ് ഈസ് WIPO, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതിൽ ഒരു കൺഫ്യൂഷൻ വരരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് അനദർ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന്റെ പേര് ട്രിപ്സ് എന്നാണ്. റൈറ്റ്, ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇത് WTOയുടെ കീഴിലുള്ള എഗ്രിമെന്റ് മാത്രമാണ്. ഓക്കെ, ഇത് എഗ്രിമെന്റ് ആണ്. വേറാസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് WIPO ആണ്, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ആൻഡ് ട്രിപ്സ് എന്ന് പറയുന്നത് WTOയുടെയും UNന്റെയും കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആയിട്ടാണ് പോകുന്നത്. വേറെ WIPO ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ that deals with intellectual property rights. Then the following list of activities which are covered by the intellectual property rights are laid down by the World Intellectual Property Organization. So എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്,
ഒരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്ന അവരുടേതായ ഡിസൈൻസ്. ദെൻ സയൻറ്റിഫിക് ഡിസ്കവറീസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺഫെയർ കോമ്പറ്റീഷൻ, literary, artistic and scientific works, invention, performance of performing artist, then trademark and all other rights. So ഇവിടെ എല്ലാം ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ആണെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻവെൻഷൻ അതിനകത്ത് കൊടുക്കുന്ന അധികാരങ്ങൾ, അതിനകത്തുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. So what are the different types of intellectual property rights? നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് കോപ്പിറൈറ്റ്, പേറ്റന്റ് ആൻഡ് ട്രേഡ് സീക്രട്സ് ഓർ ട്രേഡ് സീക്രട്സ്, സോ ട്രേഡ് മാർക്സും വരാം. ദെൻ പേറ്റന്റ് നമ്മൾ ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ പേറ്റന്റ്, ഡിസൈൻ റൈറ്റ്സ്, പെർഫോമൻസ് റൈറ്റ്, ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ദെൻ ഡേറ്റാബേസ് റൈറ്റ്, അവരുടെ അവകാശം ഡേറ്റയുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റ്സ്. ഇതെല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ പാർട്ടായിട്ട് വരും. ആൻഡ് വൈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, എന്താണ് ഇതിന് ഇങ്ങനെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ്? ഫസ്റ്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രൊവൈഡ്സ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ടു ദി ക്രിയേറ്റർ ഓർ ഇൻവെന്റർ. ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻവെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് ആ ഇൻഡിവിജ്വലിന് കിട്ടുവാണ്. അല്ലെങ്കിൽ ആ ക്രിയേറ്റർക്ക് അത് എങ്ങനെ വിൽക്കണമെന്ന് തീരുമാനിക്കാം, മറ്റൊരു പാർട്ടിക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ദെൻ എൻകറേജസ് ഇൻഡിവിജ്വൽസ് ടു ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. സ്വന്തമായിട്ടൊരു ഇൻവെൻഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ഇൻവെൻഷൻ ഇവരുടേതാണ് എന്ന് പുറത്തറിയിക്കാൻ അവരെ എൻകറേജ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് ബെനിഫിറ്റ്. അതുകൊണ്ട് അതൊരു എൻകറേജ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടും. ആൻഡ് പ്രൊവൈഡ്സ് ലീഗൽ ഡിഫൻസ് ആൻഡ് ഓഫേഴ്സ് ദി ക്രിയേറ്റേഴ്സ് ദി ഇൻസെന്റീവ് ഓഫ് ദെയർ വർക്ക്. ഇതൊരു ലീഗൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു, ലീഗലൈസ്ഡ് പ്രൊഡക്റ്റ് ആയി മാറുന്നു. അതുകൊണ്ട് തന്നെ ദേ വിൽ ഗെറ്റ് ബെനിഫിറ്റ്. ആൻഡ് ഫൈനലി ഹെൽപ്സ് ഇൻ സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്. ഇൻഡിവിജ്വലിന്റെ സോഷ്യൽ ഡെവലപ്മെന്റിനും ഫിനാൻഷ്യൽ ഡെവലപ്മെന്റിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പുതിയ പുതിയ ഇൻവെൻഷൻ വരുമ്പോൾ അത് കോപ്പിറൈറ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ഇൻവെന്റർ get some stake in that. In that case, such situations they will get benefited. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻവെൻഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് പേറ്റന്റ്. പേറ്റന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗവേൺ ചെയ്യുന്ന ആക്ട് ദി പേറ്റന്റ്സ് ആക്ട് ആണ്. അത് 1999 ഓൾമോസ്റ്റ് എല്ലാ കോപ്പിറൈറ്റ്സ് ആക്ടുകളും നമ്മൾ റിവൈസ് ചെയ്തു. ബിക്കോസ് 1991 ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം ഒരു കംപ്ലീറ്റ് റിവിഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ടുക്ക് പ്ലേസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 1999 there was n number of amendments. അതിൽ കുറച്ച് അമെൻമെന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് പേറ്റന്റ്സ് അമെൻമെന്റ് ആക്ട് 1999. Then it facilitates the establishment of mailbox system for filing patents. It offers exclusive marketing rights for a time period of 5 years. ഇതാണ് നമുക്ക് വേണ്ടത്. സോ പേറ്റന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി മാക്സിമം ടൈം പീരീഡ് 5 വർഷത്തേക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആണ് ഒരു പ്രൊഡക്റ്റ് പേറ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. രണ്ടാമതായിട്ട് ട്രേഡ് മാർക്സ് ആണെങ്കിൽ റീപ്ലേസ് ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് ആക്ട് ഓഫ് 1958. ട്രേഡ് മാർക്ക് ബിൽ എന്ന് പറയുന്ന 1999 ബില്ലാണ്. സോ ട്രേഡ് മാർക്ക് ഒരു കമ്പനിയുടെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ. ദെൻ കോപ്പിറൈറ്റ് വാസ് സൈൻഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ 1999 നടന്ന കുറച്ച് പ്രൊവിഷൻസ് ആണ്, കുറച്ച് അമെൻമെന്റ്സ് ആണ്. സോ നമ്മളെ സംബന്ധിച്ച് അത്ര റെലവെന്റ് അല്ല. ഇവിടെ ഓർക്കേണ്ടത് നത്തിങ് ഇസ് ദേർ. ഇതിന്റെ എല്ലാത്തിൻ്റെ മീനിങ് മാത്രം പറഞ്ഞാൽ മതി. പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞേക്കാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഷോർട്ട് ലെക്ചർ ആയിരുന്നു. ഇത്രയും ഏരിയാസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പെൻഡിങ് ആയിരുന്നത്. ആ പെൻഡിങ് ആയിരുന്ന പോർഷൻസ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ലെക്ചർ നമ്മൾ അതുകൊണ്ട് നേരത്തെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്രയും ആസ്പെക്റ്റ് മാത്രമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഡേ ഇൻകം ടാക്സിൻ്റെ ലെക്ചർ ഉണ്ടാവും നാളെ.
ഇൻകം ടാക്സ് അല്ലല്ലോ, വാട്ട് വാസ് ഇറ്റ്, റിസർച്ച്, റൈറ്റ്. ലെക്ചർ ഉണ്ടാവും നാളെ.